നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 21 മുതൽ 2023 വരെ മുംബൈയിലെ അന്ധേരിയിലെ മില്ലറ്റ് ഗ്രൗണ്ടിൽ ഒരു ഹലാൽ മുസ്ലിം കാർണിവൽ സാക്ഷ്യം വഹിക്കും. സമീപകാല പ്രവണതകളും ഇസ്ലാമിക തത്വങ്ങളും കൂടിക്കലർന്നായിരിക്കും ഇതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു. അന്ധേരിയിലെ മില്ലത്ത് ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത്. ഹലാൽ ഡേറ്റിംഗ്, ഇസ്ലാമിക് ഫാഷൻ ഷോക്കേസുകൾ എന്നിവയും അതിൽ ഉൾപ്പെടുന്നു. ഇതിലെ പാരമ്പര്യേതര ഓഫറുകൾ കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. സംഭവത്തിൽ ഒരു പ്രൊമോഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. സലാം റമദാൻ 3 എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയെ 2 ഹിജാബ് ധരിച്ച സ്ത്രീകൾ ആവേശത്തോടെ അവതരിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മിതമായ ഫാഷൻ അവാർഡ് ഷോ എന്നാണ് ഇവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അവിവാഹിതരായ മുസ്ലിം വ്യക്തികൾ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ മേൽനോട്ടത്തിൽ ഹലാൽ ഡേറ്റിംഗ് സെഷനുകളിൽ പങ്കെടുക്കാൻ കാർണിവൽ അനുവദിക്കുമെന്നും ഇവർ ഊന്നിപ്പറയുന്നു. ഹലാൽ ഡേറ്റിംഗ് ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഒരു മെഹ്റാമിന്റെയോ ബാലിയുടെയോ സാന്നിധ്യത്തിൽ മീറ്റിംഗുകൾ നടത്തുന്നു. അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വിവാഹം നിരോധിച്ചിരിക്കുന്ന ഒരു കുടുംബാംഗത്തെ മെഹ്റം എന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം അത്തരം ഇടപെടലുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു രക്ഷാധികാരിയായി വാലി പ്രവർത്തിക്കുന്നു. പരമ്പരാഗത ഇസ്ലാമിക മൂല്യങ്ങളുമായി ആധുനിക ബന്ധ സമ്പ്രദായങ്ങളെ സന്തുലിതമാക്കാനുള്ള സംഘാടകരുടെ ശ്രമത്തെ ആണ് ഇത് കാണിക്കുന്നത്. ഇസ്ലാമോപീഡിയ, ഹീന ദാവൂദിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ കാർണിവലിന് പിന്നിലുണ്ട്. ഹലാൽ ഡേറ്റിംഗ് കൂടാതെ ഇസ്ലാമിക് ഫാഷൻ ഷോക്കേസുകളും മുസ്ലിം സ്വാധീനമുള്ളവരുമായുള്ള നെറ്റ്വർക്കിംഗ് അവസരങ്ങളും പോലെയുള്ള മറ്റ് ആകർഷണങ്ങളും ഇവന്റിൽ അവതരിപ്പിക്കും. മികച്ച പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇവന്റിലേക്കുള്ള പ്രവേശനം സൗജന്യമായി തുടരുമെന്ന് സംഘാടകർ പറയുന്നു. ഹലാൽ ഡേറ്റിംഗ് എന്ന ആശയം സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ നിന്നുള്ള ഡേറ്റിംഗിന്റെ ചർച്ചകൾക്ക് തിരികൊളുത്തി. ചില മുസ്ലിങ്ങൾ ഈ ആശയത്തെ വിമർശിച്ചത് ഇത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഉപയോക്താവ് സംഘാടകർ പങ്കിട്ട റീൽ കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞതിങ്ങനെ: അവർ ഹലാൽ എന്ന പേരുപയോഗിക്കുകയും ഹറാം പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഉപയോക്താവ് അവർ സ്വന്തം മതമുണ്ടാക്കിയാണ്, ഇസ്ലാം അല്ല എന്നും പറഞ്ഞു. ചില ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെ ഹറാമോ നിഷിദ്ധമോ എന്ന് വിളിക്കുന്നതിനെ എതിർക്കുമ്പോൾ മറ്റു ചിലർ അവകാശപ്പെടുന്നത് അത്തരം ഇടപെടലുകൾ ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായി ക്രമീകരിച്ച മേൽനോട്ടം വഹിക്കുകയാണെങ്കിൽ അവിവാഹിതർക്ക് ഒരു മതപരമായ ചട്ടക്കൂട്ടിൽ സാധ്യതയുള്ള ബന്ധങ്ങൾ ചെയ്യാനുള്ള അനുവദനീയമായ മാർഗമാണ് എന്നാണ്. ഇസ്ലാം QA വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് ഒരു കാമുകിയോ കാമുകനോ ഉള്ളത് ഇസ്ലാമിൽ ഹറാമാണ്. വെബ്സൈറ്റിൽ ഇങ്ങനെ പറയുന്നു: പുരുഷനൊരു കാമുകി ഉണ്ടായിരിക്കുന്നത് ഹറാമാണ്. ഒരു സ്ത്രീക്ക് കാമുകനുള്ളത് ഹറാമാണ്. ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളും ദുരിതങ്ങളും യഥാർത്ഥ ജീവിതം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാണ്. എന്തായാലും ദീർഘകാല പങ്കാളിയെ തേടുക, രക്ഷിതാക്കളെ അറിയിക്കുക, പൊതുസ്ഥലത്ത് മീറ്റിംഗുകൾ നടത്തുക, ഓൺലൈൻ ചാറ്റുകളിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരിക്കുക തുടങ്ങിയ ചില നിയമങ്ങൾ ഹലാൽ മീറ്റിംഗുകൾക്കുണ്ടെന്ന് മുസ്ലിം പണ്ഡിതനായ മുഫ്തി മെങ് അവകാശപ്പെട്ടു. ഈ ഹലാൽ ഡേറ്റിംഗ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ചർച്ചയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.